ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ കണ്ടാലോ. നമുക്കിന്നൊരു മോമോസ് ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ ചിക്കൻ കഴുകി വരി വെച്ചിട്ടുണ്ട്. കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കണം. എൻ്റെ കയ്യിൽ നമ്മൾ ചതച്ചതുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. ഒരു ഇടത്തരം സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ അരച്ചിട്ടയിലേക്ക്. അതുപോലെ തന്നെ ഇതേ ക്യാപ്സിക്കവും ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 മൂടി സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഉപ്പ് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. ഞാനതേ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉപ്പൊന്നും കുറവുണ്ടായില്ല, അപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്തില്ല. നമുക്കിത് മാറ്റി വെക്കാം. ഗോതമ്പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പൊടിയൊക്കെ നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഗോതമ്പിൻ്റെ പൊടി തന്നെ ഒന്ന് തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മൂടി എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടി ഇതുപോലെ കുഴച്ചിട്ട് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. രണ്ടാമത് നമുക്ക് പരത്തിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഇത്രയുള്ളതാണ് ഞാൻ റെഡിയാക്കിയേക്കണം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വലുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് അപ്പം തന്നെ ഒന്ന് പരത്തിയിട്ട്, വലിയ പത്തിരി ഇതുപോലെ ഞാൻ പരത്താതെ ചെറിയ പത്തിരി പരത്തിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ ഒരെണ്ണം കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇത്രയും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫില്ലിങ് വെക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം. എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഒന്ന് കൈ വെച്ചിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അത് ഒട്ടിപ്പിടിച്ച് വന്നോളൂ കേട്ടോ. അതെ, നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അങ്ങനെ തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കാം. കണ്ട, ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇവിടെ നല്ലോണം അമർത്തി കൊടുക്കണം കേട്ടോ, വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്യുമ്പോൾ വിട്ട് പോരൂല. ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. രണ്ടാമത് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം മാത്രം ലാസ്റ്റത്തെ ഇത്തിരി വലുതാക്കി വെച്ചൊക്കെയാണ്. പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളം വെച്ചിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. തിളക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെയൊന്ന് പെറുക്കി വെക്കാം കേട്ടോ. എന്നിട്ടൊരു 20 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ.
നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്കിത് വെന്ത് വരുന്ന സമയം കൊണ്ടില്ലേ ഒരു ഷെസ്വാൻ സോസ് ഉണ്ടാക്കാം. അതിനിതേ വറ്റൽ മുളകാണ് ഞാൻ എടുത്തത്. എരിവുള്ള മുളകാണ് കേട്ടോ. കാശ്മീരി മുളകാണെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ എരിവുള്ള മുളക് തന്നെയാണ് എടുത്തേക്കണത്. അത് കുറച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 3 തക്കാളി എടുക്കണം കേട്ടോ. 3 തക്കാളി ഇങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ തൊലി നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എടുക്കാം. എന്നിട്ട് അടുത്തതും കൂടി ഇതുപോലെ ആവിയേറ്റി എടുക്കാം. ആദ്യം വെച്ചത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് സോസിന് വേവിച്ച് വെച്ചില്ലേ അത് പുറത്തെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ തൊണ്ട് ഇങ്ങനെ കളഞ്ഞെടുക്കാം കേട്ടോ. ചൂടാറി വരട്ടെ കേട്ടോ. അതിനുവേണ്ടി ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തൊക്കെയാണ്. വറ്റൽമുളക് ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും മിക്സ് ചെയ്യാം. പൊടിയാക്കി കഴിഞ്ഞാൽ സവാളയിൽ ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച വേവിച്ച തക്കാളിയിൽ മുളകും വറ്റൽമുളകും അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ സോസിലേക്ക് വേണ്ടത് സോയാ സോസാണ് കേട്ടോ. അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാര കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നൊരു കുഴമ്പ് പരുവത്തിൽ, ഒരുപാടല്ല ചെറിയ രീതിയിലൊരു കുഴമ്പ് പരുവത്തിലാവുന്ന വരെ ഇളക്കി കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊമോസും ഷെസ്വാൻ സോസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം. മൊമോസും ഷെസ്വാൻ സോസും ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് സോസ് നമ്മൾ ഒരു ഭാഗത്തുണ്ടല്ല ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം നമ്മൾ ഒഴിച്ച് കൊടുക്കണില്ല. മേളിൽ നടുവിൽ വെച്ചിട്ടുണ്ടല്ലോ അത് മുക്കിയിട്ട് നമുക്ക് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പുറത്തുനിന്ന് കടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് വരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കടികളൊക്കെ കഴിച്ചിട്ടാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട്